ഒരുപാടങ്ങ് ഉണ്ടാക്കല്ലേ. എന്റെ കൂടെ ഒന്നുങ്ങാണ്ട് എനിക്കിട്ട് കാണും. പ്രതീക്ഷിക്കാതെ ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മുടെ 4ാമത്തെ നോമ്പാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഒരുപാട് ആർഭാടങ്ങളൊന്നുമില്ല, നല്ല നോമ്പുറപ്പിക്കലായിരുന്നു നമ്മുടെ പാത്തുവിനും അൻസിനൊക്കെ. അപ്പോൾ അതിൻ്റെ ക്ഷീണം കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് മിനിമലായിട്ട് മതി എന്നുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ടൊന്ന് പൊരിയും കാര്യമൊന്നുമില്ല. ഞാൻ ചെറിയൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഷോർട്സ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തതുകൊണ്ട് പോയി കണ്ടോക്കാം. അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ ആണ്. ഏറെക്കുറെ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. റെഡി ആവാൻ വേണ്ടി ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മളെ 4ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ ഒരു ഷോർട്ടിൽ ഞാൻ അറിയാതെ 4ാമത്തെ നോമ്പെന്ന് പറഞ്ഞു പോയി. അത് ഞാൻ ആ വോയിസ് കൊടുത്ത 4ാമത്തെ നോമ്പിനാണ്. അതാണ് അങ്ങനെ ആവാൻ കാരണം. ഒരാൾ വന്നിട്ടുണ്ട്, ഇതുകൊണ്ട് നിൽക്കണ അവിടെ ഇത്രയും നേരം എവിടെയെന്ന് അറിയാം, നല്ല കൂർക്കം വലിച്ച് കിടന്നുറങ്ങുക. ഇത് ഞാൻ ഉണ്ടാക്കിയൊരു സാധനമാണ്, ചിക്കൻ സോസേജിൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഞാൻ ഷോർട്ട് ഇട്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഈ പ്ലേറ്റിലോട്ട് മാറ്റാം, കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് തീരുമാനമാക്കാം. അപ്പോൾ ചിക്കൻ കുറുമ ഉണ്ട് ഇവിടെ. അപ്പോൾ പൊറാട്ടയാണ്, പിന്നെ ബീഫിൻ്റെ കുറച്ച് വരട്ടും ഉണ്ട്. പിന്നെ അതാ നമ്മളെ ഫ്രൂട്ട്സും ഇതൊക്കെ ഇവിടെ ഞാനിങ്ങനെ ചെത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ജ്യൂസ് ടാങ്കാണ് കേട്ടോ. ബാങ്ക് എത്ര മണിക്കാണ് കൊടുക്കാമാ? ഇപ്പം 6:35 34 ഇതിനുള്ള ചോറ് ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ അതേമാതിരി ഇതെന്താ പപ്പായ എന്തോ കഞ്ഞിൻ്റെ വെള്ളത്തിലിട്ടിട്ട് എന്തോ ഒരു താളിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ പരിപാടിന് ചിക്കൻ്റെ ഒരു സംഭവമുണ്ട്, ചിക്കൻ എന്തോ ആണ്, അതും ഉണ്ട്. പിന്നെ വേറെ എന്തോ ഒരു സാധനം കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നാളക്കത്തെ അത്താഴത്തിന് നമ്മളുടെ ഫുഡ് എന്ന് പറയാനുള്ളത്. അപ്പോൾ ബാബു പൊറാട്ട കൊണ്ടാൻ വേണ്ടി പോയതാണ്. ആള് സൗണ്ട് എവിടുന്നോ കേൾക്കുന്നുണ്ട്, ഞങ്ങൾ പോയി നോക്കട്ടെ കേട്ടോ. കാറിലല്ല, ബുള്ളറ്റിലാണ് പോയത്. ഇതോ നമ്മളുടെ സാഹിബ് എത്തിയിട്ടുണ്ട്. സത്യല്ലേ സത്യം, ഒരു മീൻകാരൻ്റെ ലുക്ക് ഉണ്ട് ഇപ്പൊ. എന്തിന് ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മളെ പൊറാട്ട മക്കള് ബിസ്ക്കറ്റൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതും കൂടെ നെയ്ക്ക് സെറ്റ് ചെയ്യാം. ഈത്തപ്പഴം ആവോ പാത്രം വേണ്ടില്ലെന്നു. മാത്രല്ലേ എന്താണ് നോമ്പുത്തരം കഴിഞ്ഞ് ഇതിന്റെ അവസാനം മിനുക്കപ്പണിയില്ല. ഇത് കപ്പ കേട്ടൊരു തേവക്ക് എങ്ങനെയുണ്ട്? എന്നോടേ ഇന്നലെ നമ്മളെ നോമ്പുത്തരക്കേ 3ാമത്തെ നോമ്പല്ലേനാ, ഇത് വോയിസ് മാറിക്കാണ്ട് 4ാമത്തെ നോമ്പ് വേറെ സംഭവം. ഇന്ന് ഉച്ചക്ക് വോയിസ് ഇട്ടുകൊണ്ടാണ് 4ാമത്തെ വരാൻ കാരണം. എനിക്ക് സംശയം അതാണ്. അതെന്താ സംഭവിച്ചാല് അതാണ് സത്യം. ഞാൻ വോയിസ് ഇടുന്നത് 4ാം തീയതിയാണ്, വീഡിയോ 3ാം തീയതിക്കത്താണ്. അപ്പൊ അതുകൊണ്ടാണ് കേൾക്കുന്നുണ്ടോ? അപ്പൊ അതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. കൊറേ പേര് ഇന്നായിട്ട് കമന്റ് ബോക്സിൽ വന്ന് പൊങ്കാലിടുന്നുണ്ട്. പറഞ്ഞു തരാണ്, സത്യം തന്നെയാണ്. അതേമാതിരി എന്താണ് ഇടയ്ക്ക് തെറ്റാർക്ക് പറ്റുന്നത് നോമ്പൊക്കെ എടുത്ത് ക്ഷീണിച്ചിരിക്കണ മനുഷ്യനല്ല ഞാൻ. എണ്ണം തെറ്റിച്ച് ഞാൻ പിന്നെ കമന്റ് അധികം വായിക്കാൻ പോയില്ല, അഥവാ വേറെത്തേയും കേട്ടാന്ന് വിചാരിച്ചാല്. ബാബുനോട് പറയും എത്ര തിരിച്ച് 4 നോമ്പ് എന്ന് പറഞ്ഞോ, പൊട്ടത്തി ഇന്നലെ 4ാം നോമ്പ് എന്നൊക്കെ ബാബുനോട് എന്നിട്ട് പറഞ്ഞു. പറ്റും, അത്രേ ഉള്ളൂ. അത് നിങ്ങളൊന്നും മാനസിക പരിഗണന എടുക്ക. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ.
നമ്മൾ ഈ നോമ്പ് തുറന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എല്ലാ പെൺകുട്ടികൾക്കുള്ള ഒറ്റ ഒരു പരിപാടി തിന്നാനും ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് ഒന്ന് സമാധാനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ മോറാനും ഉണ്ടാവും ഇഷ്ടം. ജിന്ന് വരണ്ട, നിങ്ങൾക്കൊക്കെ കേക്ക് തരാ. ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കണം, അപ്പൊ കെഗരി നിങ്ങൾക്ക് ഏറ്റെടുക്കണം. അങ്ങനെ ഗായ്സ് നമ്മളിതാ നോമ്പർപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കലൊക്കെ നോമ്പർപ്പിക്കലല്ല കുറയും. നിങ്ങളൊന്നും വിചാരിക്കാതെ കേട്ടോ, കാരണം എനിക്ക് ചില വാക്കുകൾ പറയുമ്പോ കൂട്ടി പറയും. അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ നോമ്പർക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉറങ്ങാൻ ടൈമായപ്പോൾ വെറുതെ ബിന്ദി ഉണ്ട് ഇപ്പൊ വീട്ടിലല്ലേ. ഇന്നലെ തക്കാരം കഴിഞ്ഞ അല്ല നോമ്പർപ്പിക്കൽ കഴിഞ്ഞതിന് ശേഷം ഒരു ബിന്ദി അൻസിന്റെ വീട്ടിൽ പോയിട്ടില്ല. അവള് നേരെ ഉമ്മച്ചിന്റെ അടുത്തേക്കാണ് പോയിക്കണത്. എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ പോയിക്കണത്. അപ്പൊ അത് വലിപ്പിച്ചൊന്നല്ല, ഞാനത് മനസ്സിലാവാൻ വേണ്ടി അതന്നെ സംഭവം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ വിളിക്കുന്നുണ്ട്, എന്നോടും പറഞ്ഞു 2 ദിവസം വന്ന് നിക്ക്, ഞാൻ ഉള്ളതാന്നും പറഞ്ഞിട്ട് വിളിക്കൽ തുടങ്ങിയോള്. പക്ഷെ എനിക്ക് 2 ദിവസം ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്, ഞാൻ ഒന്ന് പോയിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മള് വെറുതെ ഒന്ന് വീട് വരെ ഒന്ന് പോയി നോക്കാൻ വിചാരിച്ചില്ലേ. അപ്പൊ അങ്ങനെ ഇറങ്ങിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ വർത്തമാനം ആൾക്കാർ ഫുള്ള് കമന്റ് ബോക്സിൽ എന്ത് എന്താ അങ്ങനെ പറയണേ? അതിപ്പോ ഒരു അബദ്ധമായിരിക്കും പറ്റൂ. എന്താണ് കുട്ടികളെ അബദ്ധമായിരിക്കും പറ്റൂ? ഒരു ചെറിയ അബദ്ധല്ലേ, ചെറിയ അബദ്ധല്ലേ. ഒരുപാടങ്ങ് ഉണ്ടാക്കല്ലേ. എന്റെ കൂടെ ഒന്നങ്ങാണ്ട് എനിക്കിട്ട് കാണുമ്പോ തലേക്ക് കൊട്ടണം. നമ്മളെ ഇവിടുത്തെ ആ ഒരു AI ക്യാമറ ഉണ്ടല്ലോ, അതുകൊണ്ട് കൊണ്ടുപോയി. അതെ അതെ. ഇപ്പൊ എന്താ പറയാ, ഹെൽമെറ്റ് ഇടാതെ നമുക്ക് ഇതിൽ കൂടെ പോവാം. ഹെൽമെറ്റിന്റെ കാര്യം പറയട്ടെ, ഹെൽമെറ്റിന്റെ AI ക്യാമറന്റെതോ അല്ലെങ്കിൽ ഗവൺമെന്റിന് ആരും ആവശ്യമില്ല. സംഗതി കുറച്ച് പോയിന്റ് ഉണ്ട് ഇതൊക്കെ, പക്ഷെ നമ്മളെ ആവശ്യമാണ്. നമ്മളെ ബോഡിക്ക് ചെറിയൊരു ആക്സിഡന്റ്. ഇപ്പൊ നാളെ ഷാനുണ്ടെങ്കിൽ ആ നായി മുന്നിൽ കടി മറിഞ്ഞപ്പോൾ അവനെ തല ഇത് പോയി അടിച്ചിക്കണു. അവരുടെ ഹെൽമെറ്റ് നല്ല ഹെൽമെറ്റ്, പിന്നെ ഹെൽമെറ്റ് മാറ്റാട്ടിവിടെ അവനക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. പറഞ്ഞ നമ്മളത് അറിഞ്ഞിട്ടില്ല, വീഡിയോ ഒന്നും വിട്ടിട്ടില്ല നമ്മള്. സംഗതി ചെറിയൊരു മറിച്ചിലാണ്, പക്ഷെ തല അടിക്കുമ്പോഴേ ഹെൽമെറ്റ് ഉണ്ടായ പ്രശ്നമില്ല. അത് നമ്മള് പറഞ്ഞ അങ്ങനെ ഒരു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള ദിവസമല്ല അത്, അതുകൊണ്ടാണ് നമ്മള് വീഡിയോ ഇടഞ്ഞത്. ഷാനുവിന് കുറച്ച് ദിവസം മുന്നേ വെച്ചാൽ പിന്നെ കല്യാണത്തിന്റെ ഒക്കെ മുന്നേ ആയിങ്ങാണ്ട് 1 മാസം മുന്നേ അല്ലേ, ഒരാഴ്ച 2 ആഴ്ച മുന്നേ ആണോ? എന്നാ ഓക്കെ, ഒരാഴ്ച മുന്നേ ഇങ്ങാണ്ട് ഓന് മറ്റേ എന്താ പറയാ കുന്നുമക്ക് ഡ്യൂട്ടി കഴിഞ്ഞാണ്ട് എന്തോ വെള്ളമോ ജ്യൂസ് എന്തോ കുടിക്കാൻ പോയതാ. അതില് പോനും വേറെ എടുത്തോണ്ട് വണ്ടിമേല് നായി പെട്ടെന്ന് കുറുകെ ചാടിയാ. പെട്ടെന്ന് നായി പെട്ടെന്ന് പേടിച്ചോണ്ട് ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചു. അതില് വണ്ടി സ്കിഡായി. അത്യാവശ്യം നല്ല മുറി കഴിക്കണ്. നേരെ ഷെഡ് അതിനുള്ളിൽ പോയിക്കണു. അപ്പൊ തല ഇവിടെ ആവാൻ പാടെ തല ഇവിടെ അടിച്ചു. പക്ഷെ ഹെൽമെറ്റിന്റെ ആയതുകൊണ്ട് ഹെൽമെറ്റിന് ചെറിയൊരു ഈ ഭാഗത്തായിട്ട് നല്ല സ്ക്രാച്ച് കൊണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കഴിച്ചില്ല. തലമലൊന്നുമില്ല, പക്ഷെ നമ്മള് സംഗതി നമുക്ക് അതിട്ടാ ഭയങ്കര ചിലപ്പോ ചിലർക്ക് ചെവി കേൾക്കൂല, അങ്ങനെ ബാക്കത്തെ സൗണ്ടും കാര്യങ്ങളും. പിന്നെ തലവേദന എടുക്കും. ചില ആൾക്കാർക്കുള്ള ഓരോ മോഡൽ നഷ്ടപ്പെടും. മുടിയൊക്കെ എനിക്കൊക്കെ ആദ്യം ഹെൽമെറ്റ് ഭയങ്കര മടിയായിരുന്നു. ഇപ്പോഴും മടിയാണ്. പിന്നെ ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് കാരണോ ഒരു ഹെൽമെറ്റിന് വേണ്ടി നമ്മൾ ലൈഫ് നമുക്ക് കൊടുക്കണ്ടല്ലോ. അങ്ങനെ ഓന്റെ മുട്ടി. പിന്നെ ഒരു ദിവസം അന്ന് രാത്രി ഉണ്ട് കോള് വരുന്നേ, ഇവന്റെ ഫോൺ നല്ല വേറെ ഏതോ ഫ്രണ്ടിന്റെയാണ്. ഇങ്ങനെ ഷാനുവിന് ആക്സിഡന്റ് ആയി ഇറങ്ങാണ്ടിട്ട്. അപ്പൊ അന്ന് നമ്മുടെ പാറ്റി കഴിഞ്ഞാവോ സംഗതി ഓല് പറയുന്നുണ്ട് കാര്യമായിട്ട് പരിക്കൊന്നുമില്ല, മുറിയുള്ളൂ. പക്ഷെ നമ്മളെന്താ ഷാനു വിളിക്കുമ്പോ ഞങ്ങള് പറഞ്ഞു ഷാന്റെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു പറഞ്ഞപ്പോ കൊടുക്കണില്ല, സാധനം സംസാരിക്കണില്ല. ഓന് സംസാരിക്കാത്തോണ്ട് എന്ത് സംഭവമില്ല. ഇവിടത്തെ കൊത്തില്ല. ഞങ്ങളവിടെ എത്തുമ്പോ തന്നെ അവിടുന്ന് പോലും പുറത്തിറങ്ങിയാണ്. ഞാനൊക്കെ ബേജാറായിട്ട് ചെറിയല്ല, മുട്ടുമ്പോ അത്യാവശ്യം കുഴപ്പമില്ലാതെ മുറി ഉണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നും കേട്ടോ. എനിക്ക് പാന്റ് ഇടാൻ വയ്യ, കാലിന് മുട്ട് മടക്കാൻ വയ്യായിരുന്നു, കൈമലൊക്കെ സ്ക്രാച്ച് ഉണ്ടായിരുന്നു. ഇപ്പൊ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. ആളിപ്പോ പണിക്കോല തുടങ്ങിയാണ്. നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇമ്മൊന്ന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടാ. 2ാമത്തെ മോള് വീട്ടിൽ നിൽക്കാവുന്ന ദിവസമാണ്. ആന്റിയെ അത് ഉണ്ടാവും, പ്രായതല്ലേ.
എന്തെന്ന് സാധാരണ ഈ ഡയലോഗ് അടിക്കുമ്പോൾ 4 ലൈഡ് പറയലാണല്ലോ. ഇനി നമുക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല കേട്ടോ ഗൈസ്. വെറും 45. അതത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ചായ വിത്ത് ബിസ്ക്കറ്റൊക്കെ കൊടുന്ന് തന്നിട്ടുണ്ട്. ഇതിലൊക്കെ ഒരു നടിക്കുന്നുണ്ട്. നമ്മളെ പ്രാത്ത് ഇവിടെയുണ്ട്. എന്താണ് ഒരു തരകൾക്കൊക്കെ ഇത് കെട്ടിച്ച് പറഞ്ഞാലും വല്യമാരെ വരിരമ വല്യമ്മൊന്നും വല്യമ്മ തന്നെയാണ്. ഇട്ടുകൂടെ മാക്സിൻ്റെ ആണ് കേട്ടോ. അന്നേരം വന്നപ്പെട്ട് പോന്നതാണ്. ഇതുവരെ ഊരി വെച്ചിട്ടില്ല കൊടുക്കുന്നുണ്ട്. അപ്പം എന്താ നമുക്ക് ചായ കുടിക്കാൻ ഗൈസ്. അതെ, ഞാനത് കഴിപ്പിക്കാനായിട്ട് വന്നതാണ്. കാരണം ഓൾ ഇതേമാതിരി ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോന്ന് ഇട്ടിങ്ങോട്ട് വരും. എന്നിട്ട് അത് പിന്നെ അങ്ങോട്ടില്ല അവിടെ വെക്കുക. ഇങ്ങനത്തെ അനിയത്തുള്ള വയസ്സ് നമുക്ക് പിള്ളേർ പറയും എന്താ വാക്സിൻ ഇട്ടിക്കണേ വെറുതെ അങ്ങാടിക്ക് തെണ്ടാൻ പോവുകയാണ്. വെറുതെ ഒന്ന് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയുണ്ട്. മമ്മി അല്ലമ്മ, നിങ്ങൾക്ക് ഈ ഒരു പർദ്ദ മാത്രമേ ഉള്ളൂമ്മ. സത്യം ഞാൻ പറയാലോ, മക്കള് യൂട്യൂബേഴ്സാണ് പറഞ്ഞ കാര്യം. ഒരു ഇഷ്ടംപോലെ വാങ്ങിക്കൂട്ടെ. എനിക്കൊരു പർദ്ദ മേടിച്ചതുണ്ട്. അങ്ങനല്ല, ഈ പർദ്ദ എനിക്ക് പുതിയത് വന്നിട്ട് കൊളാബ് വന്നപ്പോൾ ഞാൻ കൊടുത്തതാണ്. ഞാൻ അധികം യൂസ് ചെയ്യും. ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. ഉത്തം പുതിയ പർദ്ദയിരുന്നു. അതിന്റെ സുഖം കാരണം അതിന്റെ അമ്മ ഇട്ടുകൊണ്ട് എടുക്കാണ്. ഇമ്മ പർദ്ദ അധികം യൂസ് ചെയ്യല്ലേ. അമ്മ ചുരിദാറാണ് ഇടയില്. അമ്മാൻ്റെ അടുത്ത് ഇഷ്ടം കണക്കിൽ ചുരിദാർ ഉണ്ടെങ്കിൽ എൻ്റെ അമ്മ ഇതന്നെ ഇടുള്ളൂ. അതാണ് സത്യം. നമ്മളുടെ പുയ്യാപ്പിള എത്തിയിരിക്കുകയാണ്. മാറി കിടക്കാം. ഇപ്പൊ നമ്മൾ എല്ലാവരും കൂടി എങ്ങോട്ടൊക്കെയോ പോവാണ്. ആള് പ്രതീക്ഷിക്കാതെ വന്ന് മരുന്ന് എടുക്കാൻ വേണ്ടി വന്നപ്പോ പിടിച്ച് വണ്ടിയിലിട്ട്. അപ്പൊ എന്തായാലും നമ്മൾ എവിടുക്കാ പോകണമെന്നൊന്നുമില്ലാണ്ട് പോവുകയാണ്. ഇവളില്ലായിട്ട് അവിടെ സമാധാനം ചേരാ. അവിടെ ഇവിടെ ഇല്ലാത്ത ആർക്കും സമാധാനം ഇറങ്ങിയോ? കള്ളനെ പിടിച്ച അനസേ ഓരോ പൈത്തിന് പുറമെ കൊറേ ദിവസമായി കള്ളൻ ഗൈസ്. എന്തെന്ന് നമ്മളിപ്പോ ഉള്ളത് അച്ചാറും പാടത്താണ് കേട്ടോ അല്ലേ? വന്നപ്പോ തന്നെ എരുള്ളാണ് കയറ്റിയത്. ഒരാള് അവിടെ പോയോക്കെ എന്തൊക്കെ ഉണ്ടാവണം. സഫാനെ എല്ലാവർക്കും ഒരു ചോദ്യം. സൗണ്ട് കേൾക്കോ അറിയില്ല, മൈക്ക് എടുത്തില്ല. സഫാനും ഫെബിയും ആരാണ് നിങ്ങളെ? എന്താണ് നമ്മൾ പറയാ ഉത്തരത്തിന്? നമ്മളെ ഫാമിലി, ഒരു ഫാമിലി ഫ്രണ്ട് അല്ലേ? അങ്ങനെ വീട്ടിൻ്റെ ഓക്കെ, നമ്മളെ ഫാമിലി അവർക്ക് ഇഷ്ടമല്ല, നമുക്കും അത് ഇഷ്ടമല്ല അങ്ങനെ പറയാൻ. എന്നാലും അപ്പൊ ഫാമിലി എന്താ റിലേഷൻ ചോദിക്കൂല. അതുകൊണ്ടാണ് ഞാന് അതാ ഞാൻ അവനെ ഫാമിലി ഫ്രണ്ട്. കഴിഞ്ഞ ജന്മദിന അമ്മായിന്റെ മോനാല. ഇത് അമ്മായിന്റെ മോന്റെ മരുവോള് മോന് ഇവിടെ ഉണ്ട്. അപ്പൊ മരുവോളല്ലേ? ചിങ് 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 ചിങ്